ഹലോ ഗൈസ്, അപ്പോൾ ഞാനും ഉമ്മി അൽത്തും കൂടി കോഴിക്കോട് പോവാണ്, അത്താടുത്ത് പോവാണ്. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 10:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളെ ചെങ്ങന്നൂർക്ക് കൊണ്ടുവിടാൻ വേണ്ടി ചിക്കുവും KPയും വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഞങ്ങളെ ചെങ്ങന്നൂർ കൊണ്ടുവന്ന് വിട്ടത്. ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു ബസ്. A1 ട്രാവൽസിലാണ് ഞങ്ങൾ കയറി ട്രാവൽ ചെയ്തതെങ്കിലും ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആ ബസ് വഴിക്ക് വെച്ച് പണി തന്നു. അത്യാവശ്യം നല്ല സീനായിരുന്നു. അവർ പിന്നെ ഞങ്ങളെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറ്റിയാണ് കോഴിക്കോട് എത്തിച്ചത്. ഞങ്ങളങ്ങനെ കോഴിക്കോട് എത്തിയപ്പം സാധാരണ നിലയ്ക്ക് 4 മണിക്ക് എത്തേണ്ട ബസ് എത്തിയത് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് ഒരുവിധം ഇങ്ങനെ നിന്നപ്പോഴാണ് അത്ത ഞങ്ങളെ വിളിക്കാൻ വന്നത്. ആദ്യത്തെ ദിവസം ഞങ്ങൾ തിരുവമ്പാടി എസ്റ്റേറ്റിനകത്ത് കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. തിരുവമ്പാടി എസ്റ്റേറ്റൊക്കെ കാണിച്ച് അവിടെ അത്താടെ സൈറ്റൊക്കെ കാണിച്ച് അവിടെ പണി നടക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് അത്ര പുതുമയുള്ള കാര്യമൊന്നുമില്ല, കാരണം മിക്കവാറും ഉള്ള എല്ലാ സൈറ്റുകളിലും അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. എന്താണ് അവിടെ നടക്കുന്ന പരിപാടി, യുദ്ധക്കളമാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, റബ്ബർ മരം എടുത്ത് മുറിച്ച് അത് കൊണ്ടുവന്ന് പെരുമ്പാവൂർക്ക് വിൽക്കുന്നതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ മരം മുറിക്കുന്നതും ട്രാക്ടർ അത് വലിച്ചുകൊണ്ട് വരുന്നതും പിന്നെ അത് ലോഡ് ചെയ്ത് ലോറിക്കകത്ത് കയറ്റുന്നതും അത് അളന്ന് മുറിക്കുന്നതും ഒക്കെ ഒരു വല്ലാത്തൊരു പ്രോസസ്സ് തന്നെയാണ്. അത് കണ്ട് നിന്നാൽ ഇങ്ങനെ അങ്ങ് നിന്ന് പോകും. അതിനൊരു പ്രത്യേക കഴിവ് വേണം ഈ പരിപാടിയെല്ലാം ഇങ്ങനെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഈ നിൽക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെ ഭയങ്കര സംഭവമാണ്. പുള്ളിയുടെ ഒരാളുടെ തലയിൽ കൂടെയാണ് ഈ സാധനങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. നോക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടു ചിരിക്കുക, 2 തെറി പറയുക, എന്നിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഇത് തന്നെ പരിപാടി. അങ്ങനെ ചെറിയൊരു പരിപാടിയൊന്നും അല്ല കേട്ടോ, ഭയങ്കര പരിപാടിയാണ്. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ സംഭവം സീനാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫാദറിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയായിരുന്നു. ആക്ച്വലി നാട്ടിൽ മഴയായിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയത്. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം മഴയായതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ അവിടെയും മഴ പെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുവമ്പാടി എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് മഴ കാരണം എങ്ങും പോകാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം ഞാനും അൽത്തും കൂടി അവിടെ ഇരുന്നൊരു സ്കൂട്ടി എടുത്തുകൊണ്ട് ചുമ്മാ മുക്കമൊക്കെ ഒന്ന് കാണാം, മുക്കം അറിയാമല്ലോ, നമ്മുടെ മൊയ്തീൻ്റെ മുക്കം ഒക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും മഴയത്താണ് ഇറങ്ങിയത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മുക്കമൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോയപ്പം മുക്കത്തൊരു മാളുണ്ട് ഗൈസ്, മാൾ ഓഫ് മുക്കം എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ആസ് യൂഷ്വൽ മാളിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ എല്ലാ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സമയം പോകാൻ വേണ്ടി ഞങ്ങളവിടെ പോയി. പിന്നെ എന്താ പറയുക, ഞാനും അൽത്തും മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു ഞങ്ങൾ കയറി ചെന്നപ്പോൾ. കാരണം മുക്കം പോലുള്ളൊരു സിറ്റിയിലൊരു മാൾ, അവിടെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സമയം പോകുന്നില്ലായിരുന്നു. ആൾക്കാരൊന്നും വായി നോക്കാനില്ലാത്തതുകൊണ്ട് ഭയങ്കര ശോകമായിരുന്നു ഗൈസ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഒരു ചായ, അൽത്ത് ഒരു ലൈം ജ്യൂസ് കുടിച്ചു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കത്തി അടിച്ചു. ഇവിടെ എന്താ ആരും ഇല്ലാത്ത, ഇവരെന്തൊക്കെയാണ്, ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും പറ്റിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ബോറടിച്ചൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഫോണിൽ വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഉമ്മിക്കൊരു സ്ലിപ്പേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഉമ്മച്ചിയുടെ ഹീൽസ് കൊണ്ട് ഉമ്മിക്ക് ഇങ്ങനെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈസി ബൈക്ക് ഒരു സ്ലിപ്പറൊക്കെ എടുത്ത്. പിന്നെ അൽത്ത് ഈ കാണിക്കുന്നതൊക്കെ കണ്ടില്ലേ, അവൻ ഈ കുഞ്ഞു പിള്ളേരെ പോലെയാണ്. അവൻ ഈ പാവകളെ കണ്ടങ്ങ് നിന്ന് പോകും, പാവം ചെറുക്കൻ. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എൻ്റെ മുക്കം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പാർക്കുണ്ട്. പിന്നെ ഞങ്ങൾ ഭയങ്കര മഴയായതുകൊണ്ട് മടുത്ത് ഗൈസ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഞാനും അൽത്തും വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.